വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം. KSRTC ബസ് സ്റ്റേഷനുകൾ മനോഹരമാക്കണം, വൃത്തിയുള്ളതാക്കണം. ഇപ്പൊ ടോയ്ലറ്റുകൾ നമുക്കറിയാം എന്താണ് കേസിനും എന്തൊക്കെയാണ്. കോട്ടയം ടൗണിൽ പുഴുത്ത് കിടന്ന ടോയ്ലറ്റ് കാലാവധി കഴിഞ്ഞവൻ റദ്ദാക്കിയപ്പോൾ അവൻ ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിച്ചു. ആലോചിച്ചു. പാലക്കാട് ബസ് ഡിപ്പോയിൽ കുറച്ച് പെട്ടിക്കടക്കാർ ആര് കയറ്റിയിരുന്നറിയാം, പൈസ മാറ്റി കുറച്ച് പെട്ടിക്കടക്കാരെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇവരെ ഒഴിഞ്ഞു പോകാതെ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന് നമ്പർ ഇടില്ല. പാലക്കാട് കെട്ടിടത്തിന് നമ്പറില്ല, പുതിയ കെട്ടിടമോ നമ്പറില്ല, ₹1 വാടക കിട്ടില്ല. എന്താ ഈ പെട്ടിക്കടക്കാരെല്ലാം കയറിയിരിക്കുകയാണ് ഫ്രണ്ടിൽ. മനുഷ്യന് നടക്കാനും വയ്യ, നാട്ടുകാർക്കും അസൗകര്യം. എങ്ങനെയൊക്കെയോ ഒന്ന് ആർക്കാണ്ട് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുക്കലോ, പേ ആൻഡ് പാർക്ക് എന്നാ വെറുതെ ആവശ്യമില്ലാത്ത. നമുക്ക് ആവശ്യമുള്ള ഈ ബഹുനില മന്ദിരത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് തുടങ്ങാൻ വന്നിട്ടുണ്ട്, പക്ഷേ നമ്പറില്ല. എന്ത് ചെയ്തു? നമ്മൾ അവർ കോടതി പോയി ബഹുമാനപ്പെട്ട കോടതിയിൽ അറിയിച്ചു. കോടതി പറഞ്ഞു ഇവർക്ക് കൊടുക്കാനുള്ള പൈസ 10 ദിവസം കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ വക്കീലിന് പറഞ്ഞ് പിറ്റേ ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞു. കോടതി നമുക്ക് 10 ദിവസം അനുവദിച്ചു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി. പക്ഷെ നമ്മൾ 2-ാം ദിവസം ഈ പണം മുഴുവൻ അവിടെ കെട്ടിവെച്ചു. വെറും 9 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ് അടക്കുന്ന ഈ 9 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെട്ടിടം മുഴുവൻ നമ്പർ ഇടാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് നടക്കുന്നത് ഇവിടെ? എന്ത് മാനേജ്മെന്റ് ആണിത്? അത് മാറണം. ഇപ്പൊ ഈ കടകൾ ഒഴിപ്പിച്ച ഉടനെ മുനിസിപ്പാലിറ്റി നമ്പർ ഇടും, പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്പർ ഇടും. ഇട്ടാൽ നമുക്ക് കൂടുതൽ കടകൾ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും, കെട്ടിടത്തിന്റെ ഒഴിഞ്ഞിടക്കുന്ന ഭാഗങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ജീവനക്കാർ കിടക്കുന്ന സ്ഥലങ്ങൾ എയർ കണ്ടീഷൻ ആക്കിയില്ലേ? യാത്ര ചെയ്ത് തളർന്നു വരുന്ന ജീവനക്കാർ കിടക്കുന്ന കരുനാഗപ്പള്ളി ഞാൻ തന്നെ AC ചെയ്ത് കൊടുത്തു. കെട്ടിടം ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടെ പല വാഗ്ദാനങ്ങളുണ്ട്, ആരും ചെയ്തില്ല. അപ്പൊ ഞാൻ തന്നെ ചെയ്തു കൊടുത്തു, എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട്. പാലക്കാട് സ്പോൺസറെ കണ്ടുപിടിച്ച് കംപ്ലീറ്റ് AC ചെയ്തു. ഇനി വരാൻ പോകുന്ന എല്ലാ ബസ് സ്റ്റേഷൻ, കൊട്ടാരക്കര അടക്കം പുതുക്കി പണിയുന്ന എല്ലാ ബസ് സ്റ്റേഷനിലും ജീവനക്കാർക്ക് കിടക്കാനുള്ള മുറിയും ഓഫീസും എയർ കണ്ടീഷൻ ആയിരിക്കും. പാലക്കാട് ഓഫീസ് എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചെലവിലൊന്നും അല്ല കേട്ടോ, സ്പോൺസർമാരൊക്കെ കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇനി കേരളത്തിൽ നിർമ്മിക്കുന്ന എല്ലാ ബസ് സ്റ്റേഷനുകളിലെയും ഓഫീസുകൾ എയർ കണ്ടീഷൻ ആയിരിക്കും, സ്റ്റാഫ് ഇരുന്ന് ജോലി ചെയ്യുന്ന മുറികൾ. ഘട്ടം ഘട്ടമായി സോളാറിലേക്ക് മാറ്റാനുള്ള പരിപാടികൾ നമ്മൾ നോക്കുന്നുണ്ട്. സോളാർ എനർജി ഉപയോഗിക്കുക. അതിപ്പോൾ അത് നമ്മൾ അതിലേക്ക് പൈസ ഇല്ല നമ്മുടെ ഇത്. നമ്മൾ വല്ലവരെയും പൈസയ്ക്കാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ബസ് സ്റ്റേഷൻ ഓഫീസ് എയർ കണ്ടീഷനായി. ഇപ്പോൾ കരുനാഗപ്പള്ളി ജീവനക്കാർ വിശ്രമിക്കുന്ന മുറികളെല്ലാം എയർ കണ്ടീഷൻ ചെയ്തു. പിന്നെന്താ, ടോയ്ലറ്റ് വാടകയ്ക്ക് കൊടുക്കാൻ വരുമ്പോൾ എതിര് പറയാൻ എന്തിനാണ്? ഇത്രയും നശിച്ച ടോയ്ലറ്റുകളുണ്ടോ യാത്ര പോകുന്നവർക്ക്? അതുകൊണ്ട് തന്നെയാണ് മാറ്റം. എല്ലാം സുലഭിന് കൊടുക്കുകയാണ്. ഇപ്പൊ കരുനാഗപ്പള്ളി കൊടുത്തു, ഒരു കുഴപ്പമില്ല, അതിന് വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഇപ്പൊ കോട്ടയം കൊടുത്തിട്ടുണ്ട്, അത് പണി തുടങ്ങിയിട്ടില്ല. കൊട്ടാരക്കര കൊടുത്തു, മൊത്തം ടോയ്ലറ്റ് പൊളിച്ച് പണിഞ്ഞ് മനോഹരമാക്കി. യാത്രക്കാർ വരണ്ടേ കുടുംബസമേതം വൃത്തിയോടെ നല്ല ആഹാരം കഴിച്ച് ബസ്സിൽ കയറി യാത്ര ചെയ്യാനും ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യം KSRTC ഉണ്ടോ? കുടുംബമായിട്ട് ആൾക്കാർ KSRTC വരും. അതിന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു സമീപനമാണ്. ആലുവ കൊടുത്തു, കരുനാഗപ്പള്ളി, സുൽത്താൻ ബത്തേരി കൊടുത്തു. ഇതെല്ലാം സുലഭിന് കൈമാറി. കൊട്ടാരക്കര എല്ലാം പൊളിച്ച് നല്ല പുതിയതാക്കി അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ. നമുക്ക് കിട്ടുന്ന പൈസ ഇച്ചിരി കുറവായിരിക്കും, പക്ഷെ ഫെസിലിറ്റികൾ. ഇപ്പൊ നല്ല ഹോട്ടലിൽ വണ്ടി നിർത്തണമെന്ന് പറഞ്ഞു, എല്ലാ മാധ്യമങ്ങളെയും നടന്ന് തെറ്റിദ്ധരിപ്പിച്ച ചില ആൾക്കാർ. ഒന്നുമില്ല, KSRTC അതുകൊണ്ട് ലാഭത്തിനല്ല. നല്ല ടോയ്ലറ്റുകളും നല്ല ഫുഡും, ഇച്ചിരി വില കൂടിയാലും നല്ല വൃത്തിയുള്ള ഫുഡും ആരോഗ്യകരമായ സാഹചര്യം, ഹൈജീനിക്കായുള്ള സാഹചര്യത്തിൽ നല്ല കിച്ചണൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ മലയാളി വേണ്ട എന്ന് പറയില്ല എന്ന് എനിക്കറിയാമല്ലോ. അവിടെ മതി എന്നേ പറയുള്ളൂ. കേരളത്തിൽ നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നവരാ, നമ്മളും കയറി ഭക്ഷണം കഴിക്കുന്ന നല്ല ഹോട്ടലുകളിലേക്ക് കയറത്തുള്ളൂ. അല്ല ആക്രി ഊക്കരി അലവലാതി ഹോട്ടലൊന്നും ആൾക്കാർ കയറത്തില്ല. അപ്പോൾ ബസ് നിർത്തുന്നിടത്ത് നല്ല ലേഡീസിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുള്ള നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഒന്ന് ഇറങ്ങി വിശ്രമിക്കാൻ ബസ് നിർത്താനൊരു സ്ഥലം, നല്ല ഫുഡ്. 10 രൂപ കൂടിയാലും നമ്മൾ ആരെങ്കിലും പന്ന ഫുഡ് വാങ്ങിച്ച് കഴിക്കും, അതിനാരും തയ്യാറാവത്തില്ല. ഇതൊക്കെ ഈ വക ദാരിദ്ര്യവാസങ്ങളൊക്കെ വെടിഞ്ഞ് അപ്പം ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീയാണ്. ഏതാണ്ട് ഒരു ചെറിയ കൈമടക്ക് കിട്ടുമായിരുന്നു ചില ആൾക്കാർക്ക്. അതില്ലാതായപ്പോൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മാധ്യമങ്ങൾക്കും മനസ്സിലായി സംഗതി ഇതാ നല്ലതെന്ന് മനസ്സിലായി, അതുകൊണ്ട് അവരതങ്ങ് വിട്ടു. ഇപ്പം നല്ല നിലയിൽ ഈ പോകുന്ന സ്ഥലങ്ങളിലല്ല നമ്മളൊരു 10 രൂപയുടെ ടിക്കറ്റ് കൊടുക്കും, വേറെ ഒന്നുമല്ല, ഈ വണ്ടി അവിടെ ചെന്നെന്നറിയാൻ വേണ്ടി മാത്രം. ഇപ്പോഴും രഹസ്യമായി തല്ലിപ്പൊളി ഹോട്ടലുകളിൽ വണ്ടി നിർത്തുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉണ്ടെന്നാണ് അറിയുന്നത്. അവരുടെ പേരിൽ കർശനമായ നടപടി വരും. മദ്യപാനം നമുക്ക് ദോഷമായിരുന്നു. മദ്യപാനം നിർത്താൻ വേണ്ടി ബ്രത്ത് അനലൈസർ ടെസ്റ്റ് നടത്തി. ഇപ്പൊ എല്ലാ ഡിപ്പോയിലേക്കും ബ്രത്ത് അനലൈസർ ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ വാങ്ങിയിട്ടുണ്ട്. അത് വന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ്, ഒരു ബസ് ഇടിച്ച് ഒരു മരണം നടന്നാൽ KSRTC എങ്ങനെ കണക്കൂട്ടിയാലും 1 കോടി രൂപ പോകില്ലേ? കേസ് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയി, അവിടെയും തോറ്റ് അവസാനം കോമ്പൻസേഷൻ കൊടുത്ത് 1 കോടി രൂപ ശരാശരി നമുക്കൊരു മരണം നഷ്ടപ്പെടുത്തുമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയോ, ഞാൻ ഈ പരിഷ്കാരം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഒരാഴ്ചയിൽ 12 സ്വിഫ്റ്റും KSRTCയുമായി 12 പേരെ ശരാശരി കൊല്ലുമായിരുന്നു. 12 മുതൽ 9, 10, 11, 12, 13, 14 ഇതായിരുന്നു മരണസംഖ്യ. ഇന്ന് അത് 2ലേക്കും 1ലേക്കും 0ലേക്കും പല ആഴ്ചകൾ. ഒരാഴ്ചയിലാണ് 12 പേരെ കൊല്ലുന്നത്. ഒരാഴ്ചയിൽ
ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു. കേസുകൾ കൃത്യമായി നമ്മുടെതല്ലാത്ത കുറ്റത്തിലുള്ള മരണങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കുറ്റം കൊണ്ടല്ലാത്ത മരണങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്താനും FIR ഇടുമ്പോൾ തന്നെ KSRTC അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ വളരെ കർശനമായി സ്വീകരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തു പോകുന്ന പരിഷ്കാരങ്ങളാണ്. ഈ പരിഷ്കാരങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ബെനിഫിറ്റുകളെല്ലാം ജീവനക്കാർക്കും റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും നൽകും എന്നൊരു സംശയമില്ല. ഈ ഗവൺമെന്റ് നിങ്ങൾക്ക് തരാനുള്ള എല്ലാ കടബാധ്യതകളും തീർക്കും. ഞാൻ പറഞ്ഞല്ലോ, പെൻഷനുമായി ബന്ധപ്പെട്ട അരിയേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തെ നേരിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കണക്കെടുക്കുകയാണ്, കണക്കെടുത്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ കണക്കെടുത്ത് കൊണ്ടുവരും, അപ്പോഴും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി നമ്മൾ പരിശോധിക്കണം. അല്ലെങ്കിൽ സർക്കാരാണ് തരേണ്ടത്, KSRTC അല്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ചടങ്ങിൽ എന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട്. ഞാനിതെല്ലാം പറയാൻ കാര്യം, നിങ്ങൾ ഇവിടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകും. ഇതെങ്ങനെ പച്ച പിടിപ്പിക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. ഒരുപക്ഷെ വെളിയിൽ നിൽക്കുന്ന ഒരാളിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവില്ല. നിങ്ങൾ സർവീസ് ചെയ്യുന്ന കാലം തൊട്ട് നിങ്ങൾ പറഞ്ഞത് മാക്സിമം കടകൾ വാടകയ്ക്ക് കൊടുക്കണം, അതിൽ നിന്ന് കിട്ട പണം KSRTC നേടിയെടുക്കണം. ഇതാണ് ട്രേഡ് യൂണിയൻസും പറയുന്നത്. അത് മാത്രമേ ഞാൻ ചെയ്യുന്നു. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഇത്തരം കാര്യങ്ങൾ വളരെ എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിക്കും. പരസ്യം എല്ലാം ഇപ്പോൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ്. പരസ്യത്തിലൊക്കെ നിങ്ങൾക്കറിയാം, പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ കേസ് പറഞ്ഞ് നമ്മൾ വലയ്ക്കുകയാണ്. ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ നേരത്തെ സാമ്പത്തിക ബാധ്യതയുള്ളവരോ KSRTC സ്ഥിരമായി ലിറ്റിഗേഷൻ നടത്തിയിട്ടുള്ള ഒരാളെയും ടെൻഡറിൽ തന്നെ പങ്കെടുക്കാൻ പാടില്ല എന്നാണ്. കാരണം നമുക്കിനി കേസ് പറയാൻ വയ്യ. നമ്മളെല്ലാം കള്ളക്കേസുകൾ കൊടുത്ത് നമ്മളെല്ലാം തടഞ്ഞിടുകയാണ്. കോട്ടയത്ത് ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് സുലഭന് കൊടുക്കുന്ന സ്റ്റേ വാങ്ങിച്ചിട്ടു. കോടതി അറിയിച്ചപ്പോൾ കോടതി പറഞ്ഞ് എടുത്ത് ഊരെ കളയാൻ പറഞ്ഞു. എടുത്ത് അവരെ ഇളക്കി വെളി വിട്ടു വെക്കാൻ പറഞ്ഞു. നമ്മളെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലും നമുക്ക് കഴിയുന്നില്ല. അത് വളരെ മോശമായ കാര്യമാണ്. കോടതിയിൽ ഇപ്പൊ കൃത്യമായി ഞാൻ തന്നെ നേരിട്ട് വക്കീലന്മാരെ സംസാരിച്ചിട്ടാണ് കേസ് കോടതിയിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഒരു സ്റ്റേ കൊടുത്താൽ പോലും ഒരാഴ്ചക്കുള്ളിൽ അത് വെക്കേറ്റ് ചെയ്ത് കോടതിയിൽ നമ്മളെ സഹായിക്കുക. കാരണം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇപ്പൊ കോട്ടയത്ത് എന്നിട്ട് സ്റ്റേ എടുത്ത് കളഞ്ഞു, കോടതി ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. ഇപ്പൊ അത് സുലഭന് കൈമാറി. അവർ പുതിയ ടോയ്ലറ്റ് പണിയാണ്. പഴയ കെട്ടിടം പൊളിച്ച് നല്ല വൃത്തിയാക്കി അതിനകം എല്ലാം ഓൾട്ടർ ചെയ്ത് പുതിയ കെട്ടിടം പണി. ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ്. യാത്രക്കാർ ഇതിലേക്ക് ധൈര്യത്തോടെ വരണം. സേഫ് ആയിട്ടുള്ള, സുഖകരമായിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര KSRTC നൽകും എന്ന് തോന്നിയാൽ ആളുകൾ വരും. ഉത്തരവാദിത്തം വേണം. വണ്ടികളുടെ ക്യാൻസലേഷൻ ഇതൊക്കെ കുഴപ്പമാണ്. ബുക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും കോളേജിൽ പിള്ളേരെ ബാംഗ്ലൂരിൽ പഠിപ്പിക്കാൻ വേണ്ടി വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ട് ചെല്ലുമ്പോൾ വണ്ടിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്, സമയം പോയി, തട്ടിപ്പോയി, സാധനം തട്ടിപ്പോകും. അത് പാടില്ല. ഇനി ക്യാൻസലേഷൻ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. AC വണ്ടികളെല്ലാം ഷെഡിൽ പിടിച്ചല്ലോ, എല്ലാം പണിത് കുട്ടപ്പനാക്കിയിട്ട് ഇറക്കുന്നു. ബഡ്ജറ്റ് ടൂറിസം നേടുന്ന നേട്ടം ചില്ലറയല്ല. കേരളത്തിലെ ബഡ്ജറ്റ് ടൂറിസം നമുക്ക് വർദ്ധിച്ച 200-250% വർധന. വരുമാനത്തിൽ ബഡ്ജറ്റ് ടൂറിസത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നേടിയിരിക്കുന്ന 183% ലാഭമാണ്, വർധനമാണ്, ലാഭത്തിലെ വർധനമാണ്.